ഹായ് ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വെജ് നൂഡിൽസാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണം ഞാനൊരു ഇഡലിച്ചെമ്പാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ എല്ലാം വെച്ചതിന് ശേഷം തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നൂഡിൽസ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുക. അതൊന്ന് 5-6 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു അരിപ്പയിലേക്ക് അത് അരിച്ച് മാറ്റുക. ആ വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്, വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇവ എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം മുതലായ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് ഒത്തിരി വഴണ്ടി വരരുത്. ആ പച്ചക്കറികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും നമ്മളൊരു 7 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാത്രം വലിയതായ കാരണം അത് പച്ചക്കറികളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം, നിങ്ങൾ ചെറിയ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ മുട്ട ചിക്കി പൊരിച്ച് വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, സോസുകൾ എല്ലാം ചേർക്കുക. സോയാ സോസ്, ടൊമാറ്റോ സോസ് മുതലായ സോസുകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിലേക്ക് തട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ബോൾ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് പൊടിച്ച് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ പ്രയാസം ഉണ്ടാകുകയില്ല. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.